കർത്താവിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്ത് ഞാൻ എൻ്റെ കർത്താവിന് മാനവും മഹത്വവും പുകഴ്ചയും അർപ്പിക്കുന്നു. ഈ നല്ല സമയം എൻ്റെ പ്രിയപ്പെട്ടവരെ അഭിസംബോധന ചെയ്യാൻ കർത്താവ് ഒരുക്കിയ എല്ലാ നല്ല അവസരങ്ങളെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ പ്രിയപ്പെട്ടവർ എനിക്ക് നൽകി തരുന്ന എല്ലാ പിന്തുണയ്ക്കും, എല്ലാ സ്നേഹത്തിനും, എല്ലാ പ്രാർത്ഥനയ്ക്കും എല്ലാവരോടും വന്ദനത്തെയും സ്നേഹത്തെയും പറയുന്നു. ഇനിയും നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ സ്നേഹവും പ്രാർത്ഥനയും ഞാൻ ചോദിക്കുന്നു. ഈ സന്ദേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാകുന്നെങ്കിൽ നിങ്ങൾ കേൾക്കുകയും അഭിപ്രായങ്ങൾ പറയുകയും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. അതേ പ്രിയപ്പെട്ടവരെ, ഇന്നലകളിലെ നമ്മുടെ ഇല്ലായ്മകളും വല്ലായ്മകളും, നമ്മുടെ കഷ്ടതകളും ഞെരുക്കങ്ങളും രോഗങ്ങളും കടക്കണികളും ഒക്കെ കണ്ട് പകച്ചവർ, നിന്ദിച്ചവർ കാൺകെ നന്മയ്ക്കായി ചില അടയാളങ്ങൾ ദൈവം ചെയ്യുമെന്ന് ആത്മാർത്ഥതയോടെ ഞാൻ കൈമാറുന്നു. വളരെ ശ്രദ്ധയോടെ, പ്രാർത്ഥനയോടെ ഈ സന്ദേശം ശ്രവിക്കുക. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 86-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വേദഭാഗം എങ്ങനെയാണ് വായിക്കുന്നത്? എന്നെ പകയ്ക്കുന്നവർ കണ്ട് ലജ്ജിക്കേണ്ടതിന് നന്മയ്ക്കായി ഒരു അടയാളം എനിക്ക് തരണമേ. യഹോവേ, നീ എന്നെ സഹായിച്ച് ആശ്വസിപ്പിച്ചിരിക്കുന്നുവല്ലോ. ദാവീദിൻ്റെ ഒരു അനുഗ്രഹീതമേറിയ സങ്കീർത്തന ഭാഗമാണ്. ആശ്രയത്തിൻ്റെയും അഭയയാചനയുടെയും വാക്കുകളാണ് കേൾക്കുന്നത്. ആശ്രയിക്കാൻ മറ്റാരുമില്ല എന്നും, അഭയമായി തേടിച്ചെല്ലുവാൻ മറ്റാരുമില്ല എന്നും മനസ്സിലാക്കിയ ദാവീദ് താൻ പാടുന്ന, പ്രാർത്ഥിക്കുന്ന, നിലവിളിയോടെ ചൊല്ലുന്നൊരു സങ്കീർത്തന ഭാഗമാണ് അതേ. എന്നെ പകയ്ക്കുന്നവർ കണ്ട് ലജ്ജിക്കേണ്ടതിന് നന്മയ്ക്കായി ഒരടയാളം എനിക്ക് നൽകിത്തരണം. ഈ പ്രാരംഭ മിനിറ്റുകളിൽ എൻ്റെ സുഹൃത്തുക്കളോട്, സ്നേഹിതരോട്, മാതാപിതാക്കളോട് ഞാൻ ആത്മാർത്ഥതയോടെ കൈമാറുന്നു. അതേ, വരും ദിവസങ്ങളിൽ, വരും മണിക്കൂറുകളിൽ നമ്മെ പകച്ചവർ, മാറ്റി നിർത്തിയവർ, നിന്ദിച്ചവർ കാൺകെ നന്മയ്ക്കായി ചില അടയാളങ്ങൾ വെളിപ്പെടും. എത്ര പേർക്ക് എന്നോട് ചേർന്ന് കർത്താവിന് മഹത്വം കൊടുക്കാൻ കഴിയും? അടയാള സഹിതം അങ്ങയുടെ കുടുംബത്തിനകത്ത്, അടയാള സഹിതം അങ്ങയുടെ വ്യക്തിപരമായ ലൈഫിനകത്ത് ചില ദൈവപ്രവർത്തികൾ ചെയ്യുമെന്ന് പറഞ്ഞാൽ അതിനോട് ആമേൻ പറഞ്ഞ്, അത് എന്നോടാണ് ആ ദൂതെന്ന് പറഞ്ഞ് സ്വീകരിക്കാൻ എത്ര പേരുണ്ട്? അതേ പ്രിയപ്പെട്ടവരെ, നമുക്ക് ആശ്രയിക്കാൻ സർവവല്ലഭനായൊരു ദൈവമുണ്ട്. നമുക്ക് അഭയം തേടിച്ചെല്ലാൻ സർവശക്തനായൊരു ദൈവമുണ്ട്. ആരൊക്കെ നിന്ദിച്ചാലും, ആരൊക്കെ പകച്ചാലും, അതിൻ്റെ നടുവിലും നമ്മെ പകയ്ക്കാത്ത, മാറ്റി നിർത്താത്ത, നമ്മെ ഒഴിവാക്കി കളയാത്ത നല്ലൊരു കർത്താവ് ഇന്നും നമ്മോട് കൂടെയുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് കർത്താവിന് മഹത്വം കൊടുക്കുക. 1-2 ഭാഗങ്ങൾ പറഞ്ഞ് ഞാൻ മുൻപോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. അതേ, ഇവിടെ വായിക്കുന്നു, എന്നെ പകയ്ക്കുന്നവർ കണ്ട് ലജ്ജിക്കേണ്ടതിന് നന്മയ്ക്കായി അടയാളങ്ങളെ വെളിപ്പെടുത്തണമേ. ആമേ. സംഖ്യാപുസ്തകം 17-ാം അധ്യായം പഠിക്കുമ്പോൾ അവിടെ നമുക്കറിയാം വളരെ സുപരിചിതമേറിയ ഒരു ഭാഗം. ആമേ. സ്തോത്രം. മോശയുടെ നേരെയും അഹരോന്റെ നേരെയും ജനമെല്ലാം പിറുപിറുക്കുകയും വാഗ്വാദങ്ങൾ ഉയർത്തുകയും ചെയ്യുമ്പോൾ വളരെ പ്രാർത്ഥനയും വേദനാജകുലതരായി നിൽക്കുന്ന സാഹചര്യത്തിന്റെ നടുവിൽ എന്തു ചെയ്യണമെന്ന് ചിന്തിച്ചു നിൽക്കുമ്പോൾ യഹോവയായ ദൈവം മോശയോട് കൈമാറുന്നൊരു ദൂതാണ്. മോശേ, നീ ഓരോ ഗോത്രത്തെയും വിളിച്ച് ഗോത്രത്തിലെ ഓരോരുത്തരോടും പറ, ഓരോ ഗോത്രത്തിനും തക്കതായ ഓരോ വടിവീതം കൊണ്ടുവരണമെന്ന് പറയുക. ഓരോ ഗോത്രത്തിനും ഗോത്രത്തിന്റെ പേരെഴുതുകയും ലേവി ഗോത്രത്തിന് മാത്രം അഹരോന്റെ പേരെഴുതുകയും ചെയ്യണം. അതേ പ്രിയപ്പെട്ടവരെ, മോശയോട് ദൈവം പറയുന്ന നിയമവശങ്ങൾ, സ്തോത്രം, അഹരോന്റെ പേര് ലേവി ഗോത്രത്തിൽ എഴുതുവാൻ പറയുമ്പോൾ അടുത്തത് ദൈവത്തിന് ചില ഉദ്ദേശങ്ങളുണ്ട്. വ്യത്യസ്തമായ നിലയിൽ ദൈവം ചില മറുപടികൾ അടയാള സഹിതം ചെയ്യുവാൻ ദൈവം തീരുമാനമെടുക്കുകയാണ്. ചിലത് നിർത്തലാക്കുവാൻ, ചിലർ പകയ്ക്കുന്നത് നിർത്തലാക്കുവാൻ, ചിലർ
ചിലർ നിന്ദിക്കുന്നത് നിർത്തലാക്കുവാൻ, ചിലർ നമുക്ക് നേരെ വാഗ്വാദങ്ങൾ, പിറുപിറുപ്പുകൾ ഉയർത്തുന്നത് നിർത്തലാക്കുവാൻ ദൈവമെടുത്ത തീരുമാനം വെളിപ്പെടുക തന്നെ ചെയ്യും. അതിനോട് ആമേൻ പറഞ്ഞതിനെ സ്വീകരിക്കുക. ആമേൻ സ്തോത്രം. ദൈവം പറഞ്ഞതുപോലെ മോശ ചെയ്തപ്പോൾ അതേ 17:5 ദൈവത്തിന്റെ ദൂത് അടുത്ത് പറഞ്ഞു, ഞാൻ തിരഞ്ഞെടുക്കുന്നവന്റെ വടി തളിർക്കും. അതേ പ്രിയപ്പെട്ടവരെ, ഇന്നൊരു പ്രവചന ശബ്ദമായി ഞാൻ കൈമാറുന്നു. ആരൊക്കെ അങ്ങയ്ക്കെതിരെ, അങ്ങയുടെ കുടുംബത്തിനെതിരെ, അങ്ങയുടെ സാമ്പത്തിക നന്മകൾക്കെതിരെ, അങ്ങയുടെ ആരോഗ്യത്തിനെതിരെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ദൈവത്തിന്റെ തീരുമാനത്തിനപ്പുറത്ത് മറ്റൊന്നും നടക്കത്തില്ല എന്ന് ഇന്ന് ഈ വചനത്തിനകത്തൂടെ മനസ്സിലാക്കണം. അടുത്ത വാക്യങ്ങൾ കാണുമ്പോൾ അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്. 7-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, മോശ വടികളെ സാക്ഷ്യകൂടാരത്തിൽ യഹോവയുടെ സന്നിധിയിൽ വെച്ചു. അതേ പ്രിയപ്പെട്ടവരെ, ഈ യഹോവയുടെ സന്നിധിയിൽ ആമേൻ മനസ്സൊരുക്കത്തോടെ ഏത് വിഷയം ഇറക്കി വെച്ചിട്ടുണ്ടോ, യഹോവയുടെ സന്നിധിയിൽ ഇറക്കി വെച്ചിട്ടുള്ള വിഷയം, യഹോവയുടെ സന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്തിട്ടുള്ള ഒരു വിഷയത്തിനും മറുപടി ഇല്ലാതെ പോകത്തില്ല എന്ന് യഹോവയായ ദൈവം വെളിപ്പെടുത്തുകയാണ്. ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, അങ്ങും ദൈവസന്നിധിയിൽ വെച്ച വിഷയങ്ങളില്ലേ മറുപടി കിട്ടത്തില്ല എന്ന്, മറുപടി കിട്ടുമോ എന്ന് ചോദ്യചിഹ്നത്തിന്റെ മുൻപിൽ നിന്ന് ആ വിഷയങ്ങളെ നോക്കി പരിശുദ്ധാത്മാവ് ഇന്ന് ഈ സമയം കൈമാറുന്നു. യഹോവയുടെ സന്നിധിയിൽ വെച്ച വിഷയത്തിനകത്ത് വലിയ മറുപടികൾ അടയാള സഹിതം ചലിക്കുവാനിടയായി തീരും. ദൈവത്തിന് സ്തോത്രം. 17:5 ഇങ്ങനെ വായിക്കുന്നു, മോശ വടികളെ സാക്ഷ്യകൂടാരത്തിൽ യഹോവയുടെ സന്നിധിയിൽ വെച്ചു. അടുത്ത പദം 8-ാമത്തെ വാക്യത്തിൽ പിറ്റേം നാൾ. അടുത്ത പദം ഇങ്ങനെ പറയുന്നു, പിറ്റേം നാൾ. ആമേൻ സ്തോത്രം. അഹരോന്റെ വടി തളിർത്തിരിക്കുന്നത് കണ്ടു. അത് തളിർത്തും പൂത്തും ബദാംഫലം കായ്ച്ചുമിരിക്കുന്നു. ഒറ്റ ദിവസത്തെ രാത്രി കൊണ്ട് ഒരു വെട്ടിവെച്ച തണ്ടിന്മേൽ അത് പൂക്കുകയും തളിർക്കുകയും ബദാംഫലം കായ്ക്കുകയും ചെയ്യുന്നത് അടയാള സഹിതം ദൈവം വെളിപ്പെടുത്തിയെങ്കിൽ നമ്മുടെ ബുദ്ധി കൊണ്ട് ആലോചിച്ചാൽ ഇങ്ങനെ പലതും അസാധ്യമെന്ന് നാം ഓരോരുത്തരും പറയും. ഇത് അസാധ്യമാണ്, ഇത് നടക്കത്തില്ല. എന്നാൽ ഈ ദൂതിനോട് പ്രതികരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ആത്മാർത്ഥതയോടെ കൈമാറാം, എൻ്റെ ദൈവത്തിന് സകലതും സാധ്യമാണ്. വെട്ടിവെച്ച കമ്പിൽ വെള്ളത്തിന്റെ ഗന്ധമില്ലാത്ത, വേരില്ലാത്ത, മുറിച്ചു മാറ്റിയ കമ്പിനകത്ത് അടയാള സഹിതം ചിലത് വെളിപ്പെടുത്താൻ ദൈവം തീരുമാനിച്ചെങ്കിൽ ഒരു ഉപയോഗവും ഇല്ലെന്ന് പറഞ്ഞ, ഉപയോഗശൂന്യമെന്ന് പറഞ്ഞ് എഴുതി തള്ളിയ, ആമേ സ്തോത്രം, നിന്നെ അടുപ്പിക്കരുതെന്ന് പറഞ്ഞ, ആമേ ദുഷിച്ചു മാറ്റി നിർത്തിയ, ആമേ ചില വ്യക്തികളെ നോക്കി പരിശുദ്ധാത്മ പറയുകയാ, അങ്ങേ മാറ്റി നിർത്തിയവരുടെ മുമ്പിൽ, അങ്ങേ പകച്ചവരുടെ മുൻപിൽ നന്മയ്ക്കായി ചില അടയാളങ്ങൾ പരിശുദ്ധാത്മ വെളിപ്പെടുത്തും. എത്ര പേർക്ക് ആമേ ദൈവത്തിന് മഹത്വം കൊടുക്കാൻ കഴിയും? അതേ അഹരോനെ അങ്ങയുടെ വടിമേലെ പേരെഴുതാൻ പറഞ്ഞെന്തിനറിയാവോ? ദൈവത്തിന് ചില തീരുമാനങ്ങൾ എടുക്കാനാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ദൈവം അങ്ങനെ പറഞ്ഞത്? അതിന്റെ അടുത്ത വാക്യത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. അത് ആമേൻ സ്തോത്രം 10-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, വടി മത്സരികൾക്ക് ഒരു അടയാളമായി സൂക്ഷിക്കണം. എന്തേ? ആമേൻ അടുത്ത വാക്യത്തിൽ പറയാ, ഇത് മത്സരികൾക്കൊരടയാളമാണ്. അടുത്ത പദം ഇങ്ങനെ പറയുന്നു, ഇങ്ങനെ അവരുടെ പിറുപിറുപ്പ് നീ ഇങ്ങനെ നിർത്തലാക്കും. ചിലർ അങ്ങേക്കെതിരെ, അങ്ങനെ കുടുംബത്തിനെതിരെ പറഞ്ഞതിനെ നിർത്തലാക്കാൻ ഇത് ഒരടയാളമായി വെളിപ്പെടാൻ പോകുക. കഴിഞ്ഞ നാളുകളിൽ അങ്ങേ വിലയിരുത്തിയത്, അങ്ങേ മാറ്റി നിർത്തിയത്, പകച്ചതൊക്കെ നന്മയ്ക്ക് അടയാളമാക്കി വെളിപ്പെടുത്താൻ പോകുക ദൈവം. നാം തളർന്നിരുന്നു പോയില്ലേ? നാം ഇതോടെ അവസാനിച്ചെന്ന് നാം നമ്മോട് പറഞ്ഞില്ലേ? ആ മിസ്റ്റോത്ര എന്നെ അവർ നിരന്തരം പകച്ചുകൊണ്ടിരിക്കുകയാ. എനിക്ക് ജീവിക്കാൻ കഴിയാത്തവണ്ണം പകച്ചലുകൾ ഞാൻ ഏറ്റുകൊണ്ടിരിക്കുകയാ. ഇത്രയധികം നിന്ന കേൾക്കുന്ന മറ്റൊരു വ്യക്തിയുണ്ടോ എന്ന് ചോദിച്ച സന്ദർഭങ്ങളില്ലേ? രാത്രിയെ ആമേൻ പകലുകളാക്കി പോലെ കരഞ്ഞ് കണ്ണുനീരുകൊണ്ട് കട്ടിലിൽ നനച്ച രാത്രികളില്ലേ നമ്മുടെ മുൻപിൽ? ഇന്ന് രാത്രി പരിശുദ്ധാത്മാ പറയുന്നു, ഈ സമയത്ത് പരിശുദ്ധാത്മാ കൈമാറുകയാണ്. നന്മയ്ക്കായി ചില അടയാളങ്ങൾ അങ്ങയ്ക്ക് വേണ്ടി പരിശുദ്ധാത്മ വെളിപ്പെടുത്തും. നന്മയ്ക്കായി ചില അടയാളങ്ങൾ അങ്ങയുടെ കുടുംബത്തിനകത്ത് വെളിപ്പെടുത്തും. തളർന്നു പോകരുതേ, പിന്മാറിപ്പോകരുതേ. ദൈവം ചില അടയാള സഹിതം ചിലത് വെളിപ്പെടുത്താൻ പോകുക. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടും ദൈവാശ്രയ ബോധ്യത്തോടും നമുക്ക് ആത്മാവിൽ മുൻപോട്ട് പോകാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു.